രജനീകാന്ത് ഹിന്ദി സിനിമയിലേക്ക് എത്തിയത് 83-ലാണ്. ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ധാ കാനൂൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ശരിക്കും അതിൽ അമിതാഭ് ബച്ചൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ്. രജനീകാന്തിനെ ആ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തതും അമിതാഭ് ബച്ചനാണ്. ആദ്യം അവർ ഉദ്ദേശിച്ചിരുന്ന മിഥുൻ ചക്രവർത്തിനെയായിരുന്നു. പിന്നീട് അമിതാഭ് ബച്ചനാണ് രജനീകാന്ത് ഇങ്ങനെ ബോളിവുഡിലേക്ക് ഒരു എൻട്രി നോക്കുന്നു എന്നറിഞ്ഞിട്ട് രജനീകാന്തിനെ റെഫർ ചെയ്തു. അങ്ങനെ രജനീകാന്ത് ഹേമമാലിനിലേക്ക് അഭിനയിച്ച അത് ശരിക്കും ഒരു വിജയകാന്തിൻ്റെ തന്നെ ഒരു തമിഴ് സിനിമയുടെ, നമ്മുടെ S.A. ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഒരു തമിഴ് സിനിമയുടെ റീമേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയോട് കൂടി രജനീകാന്തും അമിതാഭ് ബച്ചനും തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ആയി. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായി. അതിനുശേഷം നമുക്കറിയാം രജനീകാന്ത് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടോപ്പ് ഹീറോ ആയി മാറി. അങ്ങനെ ഒരു ടോപ്പ് ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രജനീകാന്ത് 90-ൻ്റെ തുടക്കം അമിതാഭ് ബച്ചൻ നായകനായ ഹം എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്ത് ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമ മുകുലസ് ആനന്ദ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടറുടെ സിനിമയാണ്.